ഭരണത്തിൽ വന്ന നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടി, അതിൻ്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ, പാണക്കാട്ട് പൂക്കോയ തങ്ങളുടെയും ശിഹാബ് തങ്ങളുടെയും ഒക്കെ നിർലോഭമായ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ഈ ജില്ലയിൽ ധാരാളം കോളേജുകൾ വന്നു. ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, അതുപോലെ തന്നെ BEd കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജ് പോലും, മൈനോറിറ്റി സമൂഹം നടത്തുന്ന മെഡിക്കൽ കോളേജ് പോലും നമ്മുടെ ജില്ലയിലുണ്ട്, ഈ ജില്ലയിലുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതൃത്വം നൽകുന്ന എഞ്ചിനീയറിംഗ് കോളേജ് പട്ടിക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. വേങ്ങൂരിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാൻ സഹായിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കൂടി ഈ കോളേജിൻ്റെ ക്യാമ്പസിന് അനുവദിക്കുന്നതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. ഞങ്ങൾക്ക് ഈ കമ്മിറ്റിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ധാർമ്മിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ അത് ചോരുകയും ചോർത്തുകയും ചെയ്യുന്ന കാലഘട്ടമാണിത്. ചുംബന സമരം പരസ്യമായി നടത്താൻ യാതൊരു മടിയുമില്ലാത്തൊരു കാലഘട്ടം. അന്ന് ഈ ദർശനങ്ങൾക്ക്, ഈ മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന SKSSFൻ്റെ ധീരനായ പ്രവർത്തകരാണ് നിങ്ങൾ. ക്യാമ്പസുകളിൽ നമ്മൾ ധാരാളം പദ്യശാഖകൾ പഠിക്കാറുണ്ട്. ധാരാളം dead yesterdays, unborn tomorrows, why fret about if today be sweet. മരിച്ചുപോയ ഇന്നലകളെക്കുറിച്ച്, ജനിക്കാനിരിക്കുന്ന നാളുകളെക്കുറിച്ച് എന്തിന് മനുഷ്യ നീ ചിന്തിച്ച് വിഷമിക്കുന്നു? ഇന്ന് നിനക്ക് സുഖമാണെങ്കിൽ. കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം, എന്തൊരു ആവേശം. ബാല്യകാലം കഴിഞ്ഞ് യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ക്യാമ്പസിലെ വിദ്യാർത്ഥിനികൾക്ക് ഇന്നലകളെക്കുറിച്ച് ആലോചിക്കാത്ത, നാളുകളെക്കുറിച്ച് ചിന്തിക്കാത്ത, ഇന്നലെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുവാനും അതിൽ പ്രവർത്തിക്കുവാനും അതിൻ്റെ പ്രചാരവേല നടത്തുവാനും താല്പര്യമുള്ളവരായിരിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. അതിനെ മറികടന്നുകൊണ്ട് ഇന്ന് ഇവിടെ ചെയ്യുന്ന ഗുണദോഷങ്ങൾക്കനുസരിച്ച് നാളെ മലക്കുൽ ജബ്ബാറായ അള്ളാഹുവിൻ്റെ മുമ്പിൽ രണ്ട് കൈയും കെട്ടി സമാധാനം പറയേണ്ടി വരും എന്ന വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അനുയായികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉത്തരവാദിത്തം നമ്മുടെ എല്ലാം ചുമലുകളിലുണ്ട്. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തന്ന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ക്യാമ്പസ് എന്ന് പറയുന്നത് അത് കലാപ പ്രദേശങ്ങളായി മാറുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഒരു പക്ഷേ അധ്യാപകരെ വിദ്യാർത്ഥികൾ അനുസരിക്കണമെന്നില്ല. അവരെ ധിക്കരിക്കുവാനും അവരെ മുറികളിലിട്ട് പൂട്ടുവാനും നാളെ വിദ്യാർത്ഥികൾക്ക് യാതൊരു സങ്കോചവുമില്ല. അതുപോലെ തന്നെ കൂട്ടുകാരെ സ്നേഹിക്കുവാൻ, രക്ഷിതാക്കളെ ബഹുമാനിക്കുവാൻ, അതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാലമാണ്. സ്നേഹവും കരുണയും ആർദ്രതയും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗങ്ങൾ നമുക്ക് പിന്തുടരേണ്ടതുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും, ലോകത്ത് പരിശുദ്ധ ഖുർആനിലെ 6666 ആയത്തുകളിൽ ആദ്യമായി ഇറങ്ങിയ ആയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ എന്ന ഗുഹയിൽ ഇബാദത്ത് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് തങ്ങൾ പറഞ്ഞത്, തങ്ങളെ ഇഖ്റ എന്നാണ്, നിങ്ങൾ വായിക്കുക. എഴുത്തും വായനയും അറിയാത്ത റസൂൽ മറുപടി പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ വീണ്ടും ഇഖ്റ, അതേ മറുപടി, എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ ആ തിരുശരീരത്തെ പിടിച്ച് ഞെക്കി വേദനയാക്കിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കാൻ പഠിപ്പിച്ചവനാണ് അല്ലാഹു, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അല്ലാഹു,
അങ്ങനെ എഴുതാനും വായിക്കാനും പഠിക്കണമെന്നും അങ്ങനെ വിദ്യ അഭ്യസിക്കണമെന്നും 6660 ആയത്തുകളുള്ള ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്തിലൂടെ ലോകത്തോട് ഉദ്ഘോഷിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ റസൂൽ അലി ചെയ്തല്ലോ, അൽ ഹിക്മത്തു വല്ലത്തുൽ മുഅ്മിൻ, വിജ്ഞാനം വിദ്യാഭ്യാസം അത് മുസൽമാൻ്റെ കളഞ്ഞുപോയ സമ്പത്താണ്, എവിടെ കണ്ടാലും തിരിച്ചെടുക്കണം. ആ റസൂൽ ജനിച്ച മാസമാണ് ഈ വരുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിനാകമാനം അനുഗ്രഹീതനായിട്ടല്ലാതെ ഞാൻ റസൂലിനെ ഭൂലോകത്തേക്ക് അയച്ചിട്ടില്ല. ആ റസൂൽ അരുളി ചെയ്തു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ആര് തന്നെക്കാളും തൻ്റെ മാതാപിതാക്കളെക്കാളും തൻ്റെ സന്താനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നില്ലയോ അവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആ റസൂലിൻ്റെ ജന്മദിനമാണ് വരുന്നത്. റസൂലിനെ ഭൂലോകത്തേക്ക് അയച്ചത് തന്നെ 4 കാര്യങ്ങൾ നടപ്പാക്കാൻ നമ്മളെല്ലാവരും ഓതാറില്ലേ ഖുർആനിൽ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ലഖദ് മന്നല്ലാഹു, അല്ലാഹു തീർച്ചയായും അനുഗ്രഹം ചെയ്തു, അലൽ മുഅ്മിനീന മുഅ്മിനീങ്ങളിൽ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ റസൂലിനെ തിരഞ്ഞെടുത്തു. 4 കാര്യങ്ങൾ നടപ്പാക്കാൻ. 1 യത്ലു അലൈഹിം ആയാതിഹി, ഖുർആന്റെ അർത്ഥത്തെ ഓതിക്കൽപ്പിക്കുവാൻ, ഖുർആനിനെ ഓതിക്കൽപ്പിക്കുവാൻ. 2 വയുസക്കീഹിം, ജനങ്ങളെ ബാഹ്യമായും ആന്തരികമായും സംസ്കരിക്കുവാൻ. വയുഅല്ലിമുഹുൽ കിതാബ, കിതാബ് അർത്ഥത്തെ വ്യാഖ്യാനിക്കുവാൻ. അൽ ഹിക്മ, കർമ്മശാസ്ത്രത്തെ പഠിപ്പിക്കുവാൻ. എല്ലാം ഒതുങ്ങിയ ആയത്ത്. ലോകം തന്നെ നിലനിൽക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഒതുങ്ങിയ ആയത്ത്. അത് നടപ്പാക്കാനും വേണ്ടി റസൂലിനെ ഭൂലോകത്തേക്ക് അയച്ചു. അതിൻ്റെ പ്രയോക്താക്കൾ എന്നുള്ള നിലയിൽ ക്യാമ്പസുകളിൽ അതനുസരിച്ച് അതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദത്തെ ചെറുക്കാൻ, അക്രമത്തെ ചെറുക്കാൻ ഭരണഘടനയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് നൽകിയിട്ടുള്ള മൗലികാവകാശങ്ങൾ നൽകിയിട്ടുള്ള 15 മുതൽ 30 വരെയുള്ള ആർട്ടിക്കിളിൽ, അനുച്ഛേദങ്ങളിൽ പറയുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ, പ്രത്യേകിച്ച് മൈനോറിറ്റിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള എല്ലാ സാഹചര്യവും സൗകര്യം നമുക്കിടെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരാൻ പോകുന്ന തലമുറക്ക് നല്ല നേതൃത്വം, ദിശാബോധം നൽകാൻ നിങ്ങൾക്കൊക്കെ അതിന് നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിരുന്നുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും വളരെ സന്തോഷത്തോടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കിൽ വിരമിക്കട്ടെ. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളോട് സംവദിച്ചത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് യു ലത്തീഫ് സാഹിബാണ്. മലപ്പുറം ജില്ലക്കാർക്ക് പരിചയം ഉണ്ടാവും, ഇതര ജില്ലക്കാർക്ക് ഒരുപക്ഷെ പരിചയം ഉണ്ടാവില്ല. പ്രഗത്ഭനായ സീനിയർ വക്കീലാണ്, സമസ്തയുടെ ലീഗൽ സെല്ലിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരായത്താണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഈ ആയത്ത് ഓതിക്കൊണ്ട് നമ്മുടെ വേദികളിൽ, സുന്നി വേദികളിൽ, സമസ്ത വേദികളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നൊരു പ്രഭാഷകനായിരുന്നു. മുസ്ലിം ലീഗ് വേദികളിലും ആയത്തും ഹദീസും ഒക്കെയായിട്ട് സദസ്സിനെ കയ്യിലെടുക്കാൻ ലത്തീഫ് സാഹിബിന് നല്ല മിടുക്കാണ്. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പുറമെ ഈ കോളേജിൻ്റെ, യൂണിറ്റി വിമൻസ് കോളേജിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ബഹുമാനായ ലത്തീഫ് സാഹിബ്. നാളെ മഞ്ചേരിയിൽ, മറ്റന്നാൾ മഞ്ചേരിയിൽ നമ്മുടെ നബിദിന റാലി നടക്കുന്നുണ്ട്. ചുറ്റുഭാഗത്തുള്ള നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കണം. അതിൻ്റെ ജനറൽ കൺവീനർ കൂടിയാണ് അദ്ദേഹം. ഈ കോളേജ് നമുക്ക് ഈ ക്യാമ്പിന് വേണ്ടി അനുവദിക്കുന്നതിൽ അനൽപമായ പങ്ക് അദ്ദേഹത്തിനുണ്ട്. ഇത്രയും കുട്ടികളെ ഇവിടെ അക്കമഡേറ്റ് ചെയ്യുന്ന കാര്യം ചെറിയൊരു മാനസികമായ ചെറിയ പ്രയാസം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും കുട്ടികൾക്കുള്ളൊരു ക്യാമ്പ് ഇവിടെ സാധാരണ നടക്കാറുമില്ല. ഇതൊരു വുമൺസ് ക്യാമ്പസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ പ്രയാസവും നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും. പക്ഷേ ലത്തീഫ് സാഹിബിൻ്റെ ഒരു ഉറച്ച ഒരു തീരുമാനമാണ് ഈ ക്യാമ്പ് ഇവിടെ നടന്നത്. അൽഹംദുലില്ലാ, റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല പ്രതിഫലം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. കൃതജ്ഞത സംഘാടക സമിതിക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. ഇനി ഹുബ്ബ് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സാലിം പൈസി കുളത്തൂർ അവറുകൾ സദസ്സിനെ അഭിസംബോധനം ചെയ്യും. സാദരം ക്ഷണിക്കുന്നു.